ഈ ഒരു സാധനം എന്താണെന്നറിയാം? ഇതാണ് നമ്മൾ മൊബൈലിൻ്റെ ചാർജറെ കണക്ട് ചെയ്യുന്ന ഹബ്ബ്. അതായത് ഇതിൽ ഏകദേശം 200 വോൾട്ട് ഡയറക്റ്റ് AC കൊടുത്തുകൊണ്ട് വെച്ചാൽ ഇതിൽ 5 വോൾട്ട് 2 ആംപിയർ ഔട്ട്പുട്ട് 6 ഔട്ട്പുട്ട് കിട്ടും. ഏകദേശം ഇപ്പോൾ കിൽക്കാൻ തുടങ്ങിയത് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. ഇതിലൊരു ഈ ഒരു ഭാഗത്ത് ഒരു വൈറ്റ് ലൈറ്റ് കാണും. അതാണിത് ഓൺ എന്നുള്ളതിൻ്റെ സിഗ്നൽ. ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പം ചെറിയ ബാറ്ററികൾ ചാർജ് ചെയ്യാൻ, അതുപോലെ ഫോൺ ചാർജ് ചെയ്യാൻ, ചിലപ്പോഴൊക്കെ ഫോൺ ചാർജ് ചെയ്യാൻ യൂസ് ചെയ്യുള്ളൂ. പവർ അഡാപ്റ്ററുള്ള കാരണം അതിനാണ് കംപ്ലീറ്റ് കൊടുക്കാറുള്ളത്. ഇത് 18.650 ബാറ്ററി ചാർജ് ചെയ്യാനും അല്ലറ ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്യാനും അതിൻ്റെ വയറുകളാണിത്. അതേപോലെ ഈ ഒരു സാധനം ഇത് ഇതേപോലെ 5 വോൾട്ട് 2 ആംപിയറിൽ വരുന്ന, ഇതിന് ഏകദേശം ഒരു 150 രൂപ റേഞ്ച് ഉണ്ട് ബാറ്ററി ചാർജ് ചെയ്യുള്ളൂ. 18650 ബാറ്ററിയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വാങ്ങിയതാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ചാർജറാണ്. 200 രൂപ റേഞ്ചിലാണ് ഈ സാധനം വരുന്നത്. ചാർജ് ഇല്ലാത്ത സമയത്ത് റെഡ് കത്തും, ചാർജ് ഫുള്ളായ പച്ച ലൈറ്റ് കത്തും. അത് വാണിംഗ് ലൈറ്റ്. ഓഫാവുന്നില്ല. നമ്മൾ ഏകദേശം ഒരു ബാറ്ററിക്ക് അനുസരിച്ച് ഒരു ഏകദേശം 2 മണിക്കൂർ ചെക്ക് ചെയ്ത് നോക്കും. അതിൽ ചാർജ് കയറണമെങ്കിൽ ഓക്കെ പച്ച ലൈറ്റ് കത്തും. ഈ സാധനം കിട്ടിയത് ചെറിയ നമ്മുടെ ഒരു ഡ്രിമ്മർ സെറ്റപ്പിൽ നിന്ന് കിട്ടിയാണിത്. അതിൻ്റെ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യാം. രണ്ട് കാര്യമുണ്ട്. ഈ രണ്ടിനും കൂടി ഉപയോഗിക്കുന്ന സാധനമാണ്. പെട്ടെന്ന് ചാർജ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വേറെ ചാർജറുണ്ട്. പിന്നെ ഇതിൻ്റെ വയറുകളാണിത്. ഞാൻ ഉപയോഗിക്കുന്ന ചാർജറിൻ്റെ സെറ്റപ്പുകളാണിത്. ഇത് ഡയറക്റ്റ് ചാർജറിൻ്റെ കേബിളിനെ കണക്ട് ചെയ്തേക്കുക. സുഖസുന്ദരമായിട്ട് ചാർജ് ആവും. ഇതായിരുന്നു ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നെ കൂടുതലാകുമ്പോൾ ചാർജിങ് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഒരു ചാർജർ പോയിൻ്റ് കൂടി കണക്ട് ചെയ്യും. അതിന് ഈ ഹബ്ബ് യൂസ് ചെയ്യുന്ന കാരണമാണ് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ചാർജ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ആവുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. 5 വോൾട്ടിൻ്റെ ചെറിയ ഇതൊക്കെ ചാർജർ പോയിൻ്റൊക്കെ ഉണ്ടാക്കി വരേണ്ടി വരും. ഇത്രയുള്ള ഇന്നത്തെ ഈ ചാർജിങ്ങിൻ്റെ 1860 ബാറ്ററി ചാർജിങ്ങിൻ്റെ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണ ഹബ്ബ് വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ. അതിൻ്റെ സെറ്റപ്പാണ് ഈ കാണിക്കുന്നത്.